ഹായ് ഗായ്സ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എന്താണ് കുറെ കാലത്തിന് ശേഷം വീണ്ടും നമ്മള് ഫാമിലി വ്ളോഗറ്റ് വന്നാണ്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു യാത്ര പോവുകയാണ്. ഒരു ചെറിയൊരു ട്രിപ്പ് പോകും. എവിടേക്ക് നമ്മള് പോണ നോട്ടിയാ? നിലമ്പൂര് തേക്ക് മ്യൂസിയം കാണാം. ഇവരൊന്നും കണ്ടിട്ടില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ കാണാത്ത കാഴ്ചകൾ കാണിച്ചു കൊടുക്കാൻ പോവാണ്. നല്ല കുറെ തേക്കുകൾ ഉണ്ടാവും, പിന്നെ വേറെയും കുറെ കാര്യങ്ങൾ ഉണ്ടാവും. നമുക്ക് ആ കാഴ്ചകൾ കാണാം. ഒന്നുമില്ല, നിങ്ങളെല്ലാരും പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മളുടെ കാഴ്ചയിലൂടെ ഒരു പുതിയ ഓരോ കാഴ്ചകൾ കാണിച്ചു തരാം. എന്താണ് ഐശ്വ? എവിടേക്ക് നമ്മള് പോണേ? ടൂറാ? എവിടേക്ക്? അപ്പൊ നമ്മള് നിലമ്പൂര് പോണൊരു യാത്രയില് ഇവർക്ക് മോരും വെള്ളം വേണത്ര. അപ്പൊ കുറച്ച് മോരും വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. എന്തേ നോക്കണേ? കാണാത്ത കാഴ്ചകൾ കാണുന്ന സായിഷ്. എന്താണ്ട് സായിഷ്, എനിക്ക് മോരും വെള്ളം വേണ? മോരും വെള്ളം വേണോ എനിക്ക്? എന്താ കുഞ്ഞുട്ടിയെ, എന്ത് അറിയിക്കണേ? മോരും വെള്ളം കുടിക്കാനാ? കുളിക്കൂടെ, കുളിക്ക് സർവത്തുമായി. എന്താണ് ഐശ്വ? എന്താ ജംസ ഒന്ന് ജായിഷിനോടുക്ക്. എന്താടാ അന്തം വിട്ട് ഇങ്ങനെ നോക്കണേ? എന്താ അന്തം വിട്ട് നോക്കണേ? ജായിഷിന്റെ ഉമ്മ അവിടെ നിൽക്കുന്നുണ്ട്, വണ്ടിയും ചാരി നിൽക്കുന്നുണ്ട്. എന്റെ വണ്ടിയാണ്. എങ്ങനെയുണ്ട് മോരും വെള്ളം? എങ്ങനെയുണ്ട്? സൂപ്പറില്ല. ഇതെന്തിനാടി ഉപ്പ്? ശരി, ഇത്രയും ഉപ്പ് കൂട്ടാൻ മാത്രം എന്താണ്? ആ കുട്ടിന്റെ വായല് കുറച്ച് നോക്കാം. അവൻ കാണാത്ത കാഴ്ചകൾ ഇങ്ങനെ കാണുക. എങ്ങനെയുണ്ട് ഐശ്വ? എങ്ങനെയുണ്ട്? അടിപൊളിയാ? എങ്ങനെയുണ്ടടാ ഈ സായിഷ് ലുക്കില്? ഇതെന്തിനാണ് ഇതിനെ ഗാന്ധിജിമായി ആക്കി? എന്താണ്? എന്താ കേട്ടില്ല? ഞാൻ ഒരു വാക്കിയോട് ചോദിച്ചാണ്ട് പറഞ്ഞു. എന്ത് മരുന്ന് എടുത്തില്ലേ? എന്നിട്ട് കുട്ടിക്ക് പനിക്കുക അല്ലേ? പൊടിക്കടി സായിഷിന് ഐസ്ക്രീം. ആദ്യമായിട്ട് ഐസ് തിന്നു നമ്മുടെ സായിഷാണ്. കൊടുക്ക്. ആ വിരലുണ്ടോ യോഗിന് കൊടുത്തു? വിരലുണ്ടോ? വിരല് ചുണ്ടുമല കൊറച്ച കേട്ടവേ. ഐസല്ല വരണില്ലേ? അപ്പോൾ ഗൈസ്, ഞങ്ങൾ അങ്ങനെ തേക്ക് മ്യൂസിയം എത്തി. ഇവരാരും ഇത്രയും കാലം ഒരു തേക്ക് മ്യൂസിയം കണ്ടില്ല. എടി ഇത് തേക്ക് കണ്ടില്ല? എന്ത് കണ്ടിന്? എന്ത് ഇവരൊക്കെ ഈ കാണാത്ത കാഴ്ചകൾ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും വീണ്ടും നമുക്ക് കാണാം. വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഒരു ഒഴിവ് കിട്ടിയപ്പോൾ വേറൊരു പരിപാടി ഉണ്ടായിരുന്നു. അളിയൻ്റെ കുട്ടീൻ്റെ മുടി കളിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒഴിവായപ്പോൾ പിന്നെ ബാക്കിയുള്ള സമയം ജസ്റ്റ് ഒന്നൊരു ഔട്ടിങ്ങിനായിട്ട് വന്നത്, വേറെ ഒന്നുമില്ല. അല്ല തേക്ക് മ്യൂസിയം കാണാത്തവരൊന്നുമല്ല ഇവിടെ ഉള്ളത്. ഏത് പിക്ചറ്? ഈ പിക്ചറാ? ഇതാണ് ലോകത്തിന്റെ
എന്താണ് പടച്ചവൻ കവി അല്ല ഇതിന്റെ ഒരു സൃഷ്ടാവ് ഉദ്ദേശം അതിന്റെ കയ്യിലുള്ളത് നമ്മുടെ ഭൂമിയാണ്. ഭൂമി ദേവിയാണത്. ഭൂമി ദേവി അല്ല, ദേവനാണ്. ദേവി അതിന് മുടി കണ്ടില്ല ജി? അത് മുടിയല്ല ചെങ്ങായി, ഇത് എന്താ ഉദ്ദേശിക്കുന്നത് അറിയാം? മരാണത്. മരം ഭൂമിനെ എങ്ങനെ? ഹലോ ടീച്ചറെ, മരാണ്. ഏത്? അതാണ് ഉദ്ദേശിക്കുന്നത്. മരത്തില് ഇതാണ്, അത് ശിഖരങ്ങളാണ്. അപ്പൊ അത് മരമാണ്. അപ്പൊ കയ്യിലോ? ആ മരം ഭൂമിനെ സംരക്ഷിക്കണം എന്നുള്ളതാണ് അതിന്റെ മീനിങ്. അതാണ് ബുദ്ധി വേണം. അപ്പൊ അതാണോ മരം? ഒരു മരം എന്താണ്? അവളൊരു ഫോട്ടോ എടുത്ത് കൊടുക്കി. എന്താണ് പാപ്പ? ചിരിക്ക് എന്റെ വീഡിയോ മാത്രമേ ഉള്ളൂ. ഇപ്പച്ചെടുത്തരും ഫോട്ടോ. ഇപ്പച്ചൊരു ഫോട്ടോ കുഞ്ഞുട്ടിയാ ഫോട്ടോ എടുക്ക കുട്ടിന്റെ. ഇന്ന് വർക്കിൻ്റെ ആയതുകൊണ്ട് അധികം ആളൊന്നും ഇല്ല ഇവിടെ. ഒരു മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം. അതേ സമയം നമ്മളെ ജായിഷിത ഭയങ്കര ചിരി അല്ല ക്യാമറയ്ക്ക് അവന് സ്ട്രൈക്കായി. ഫോക്കസ് ക്യാമറയ്ക്ക് മാത്രം. ആണ്ട് നോക്ക്, ഉമ്മച്ചി നോക്ക്. അപ്പൊ അതേ സമയം ഉമ്മയും മോളും കൂടി പാലത്തുമ്മ പോയി കയറി നിന്നിട്ട് ഫോട്ടോ എടുക്കുന്ന പരിപാടിയാണ്. ഫോട്ടോ എടുത്താണ് അതേമാതിരി ഷുവൈബ് ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്താ ജായിഷിൻ്റെ പാട്? നമ്മളെ ജായിഷിന് ഇന്നലെ പോളിയോ കൊടുത്തതുകൊണ്ട് അല്ലേ ചെറിയൊരു പനിയുണ്ട്. അപ്പോൾ അതാണ് ഈ ടർക്കി ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുക. കാര്യപ്പെട്ട പനിയൊന്നുമില്ല. ഇതാ നമ്മളെ സാബിറ കറുത്തേടത്ത് സൂപ്പർ പോസിങ്ങിലാണ്. സാബിറ കറുത്തേടത്തിൻ്റെ പോസിങ് കഴിഞ്ഞാ ഉമ്മാൻ്റെ ഫോട്ടോ എടുക്ക്. അപ്പോൾ അങ്ങനെ തേക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. തേക്ക് മ്യൂസിയം കാണാത്തവരുണ്ടെങ്കിൽ മാത്രം കണ്ടോളൂ. ഇതാണ് ഇത് വടാപുറ സൈസുള്ള തേക്കാണ്. നമ്മളെ ജായിഷുണ്ട് അന്തം വിട്ട് നിൽക്കുന്നത്. ഇതിപ്പോൾ എന്താ സംഭവം? ഇത് കാര്യമുണ്ട്. നമ്മുടെ ജായിഷിൻ്റെ ഫസ്റ്റ് ഔട്ടിംഗ് ആണിത്. അല്ലേ സായിഷ? ജസ്റ്റ് സ്റ്റാർട്ടിങ്. ആദ്യമായിട്ടുള്ള കൊച്ചിൻ്റെ കുട്ടിൻ്റെ CCTV ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. ആയിക്കോട്ടെ, നമ്മളതിന് സ്മഗ്ലിങ്ങിന് ഒന്നുമല്ലല്ലോ. CCTV ഉണ്ടായിക്കോട്ടെ. നൈഷതാ മണ്ടർ കൊച്ചിൻ്റെ അടുത്ത് അവിടെ നിൽക്കുമ്പോൾ വേറെ മൂടാ അല്ലേ? എന്താ 116 ഇയർ ഓൾഡ് തേക്ക് ട്രീയാ. 116 വർഷം പഴക്കമുള്ള ഒരു തേക്കിൻ്റെ തടിയാണ് നിങ്ങൾ ഈ കാണുന്നത്. 116 കൊല്ലം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ വെള്ളിപ്പാൻ്റെ ഒക്കെ കാലത്തിൻ്റെ മുന്നേ ഇത്രയും പ്രായമുള്ള ഒരു തേക്കാണിത്. തേക്കിൻ്റെ തടിയാണിത്. അതേപോലെ തന്നെ തേക്ക് കുടുംബം എന്ന് പറഞ്ഞിട്ട് തേക്കിൻ്റെ ഒക്കെ ഓരോ വെറൈറ്റി ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. ഇതേ ലെവലിൽ നമ്മളെ വൈഫും വരക്കൂട്ടാ. നമ്മളെ വൈഫിൻ്റെ വരകൾ നിങ്ങൾ കണ്ടിട്ടില്ല. ഭാവിയിൽ അതൊക്കെ വരും. ഞാൻ കാര്യം പറഞ്ഞല്ലേ. കൂണ് ഇത് മണ്ണ് എന്ന് കഴിഞ്ഞിട്ട് മണ്ണിൻ്റെ ആണ് മഷ്റൂം അല്ലേ? ഇതോരോ മണ്ണുകളാണ്. തേക്ക് തോട്ടം മണ്ണിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് മോൾട്ടിയ ഭൂമിദേവി. ഭൂമിദേവിക്കെന്നും ശരശയ്യ എന്ന് പറയുന്നത് ഇതാണ് സംഭവം. ഇന്ത്യ എവിടെ? അപ്പൊ അടിയിലാ കുത്തെന്താ? അത് ശരി. ആ ശരി ടോട്ടൽ ശ്രീലങ്ക. അത് ശരി. കേരള എവിടെ? അത് ശരി. ഭൂമിൻ്റെ ഒരു രൂപരേഖ ഉണ്ടാക്കി വെച്ചാൽ രസമായിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വലിയ തേക്ക് തടി ഇവിടെയുണ്ട്. അതിൻ്റെ അടിയിൽ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. ഇതറിയാൻ താല്പര്യമുള്ളവർ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വായിച്ചോളൂ.
ഏതായാലും ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, പണ്ടത്തെ റേഡിയോ. തേക്ക് തടിയിട്ടുണ്ടാക്കിയ പണ്ടത്തെ കാല പരമ്പരാഗത രീതിയിലുള്ള ഓരോ ഉപകരണങ്ങളാണ്. കസേരയുണ്ട്, ടേബിളുണ്ട്, ടെലിഫോൺ സ്റ്റാൻഡാണത്. ആണ് നമ്മുടെ ലാൻഡ് ലൈനിൻ്റെ ടെലിഫോൺ സ്റ്റാൻഡ്. പക്ഷേ ഇതൊക്കെ അത് കാണിച്ചു. ഇതൊക്കെ തേക്ക് കൊണ്ടാണ് ഉണ്ടാക്കിയെന്നുള്ളതാണ് പ്രത്യേകത. ഇത് മിറർ വിത്ത് തേക്ക് വുഡ് ഫ്രെയിം. തേക്ക് വുഡിൻ്റെ ഫ്രെയിം ഉണ്ടാക്കിയ മിററാണിത്. ആണ് നമ്മുടെ HP കനോലി. കനോലി കേട്ടിട്ടുണ്ടാവോ? പണ്ടൊക്കെ സാമൂഹ്യശാസ്ത്രത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എനിക്കെന്തോ ഓർമ്മ വരുന്നില്ല. തേക്കിൻ്റെ സീഡാണ്, അതായത് തേക്കിൻ്റെ വിത്ത് എന്നൊക്കെ പറയും. കണ്ടില്ലേ, വലിയൊരു മണ്ണിൻ്റെ കല്ല് പോലെ അല്ലേ. പിന്നെ ഇവിടെയൊക്കെ തേക്കിൻ്റെ സീഡുകൾ ചെറിയ രൂപത്തിലുള്ളതൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സൂപ്പറായിട്ടുള്ള തേക്കിൻ്റെ ഫോട്ടോസ്. തേക്ക് തോട്ടത്തിലെ ഷഡ്പദങ്ങൾ, അതായത് തേക്ക് തോട്ടത്തിലെ ചിത്രശലഭങ്ങൾ അല്ലേ, ഓരോ വർഗത്തിൽപ്പെട്ട ചിത്രശലഭങ്ങളാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒറിജിനലാണ്. ഒറിജിനലല്ലേ, ഇതെല്ലാം ഒറിജിനലാണ്. ഇതൊക്കെ ഡമ്മി അല്ല, എല്ലാം പക്ക ഒറിജിനലാണ്. ഇവിടെയും ഒരുപാട് ചിത്രശലഭങ്ങളുണ്ട്. എങ്ങനെ, എവിടെ, എന്തിന്? ഓ, ഇവിടെ വളരെ വലിയ ടീച്ചറാണ്. ശരിയാണല്ലോ, കാര്യങ്ങൾ സംസാരിച്ചല്ലേ അല്ലേ കുഞ്ഞുട്ടിയ? ആ, ഏത് അതേസമയം ഇവിടെ പരമ്പരാഗത വിളവെടുപ്പ് ഉപകരണം, അതായത് നമ്മുടെ കർഷകരായ പൂർവികരുടെ അവരുടെ ഉപകരണങ്ങളാണിത്. കണ്ടില്ലേ, എത്രത്തോളം ക്ലിയറായി കാണുന്നുണ്ടോ അറിയില്ല, കാരണം ഇതിൻ്റെ മുകളിൽ ഗ്ലാസ് ആയതുകൊണ്ട് റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ടാവും. ഇതൊക്കെ എന്താ മോൾട്ടിയെ? ഇതൊക്കെ തേക്കൊണ്ടുണ്ടാക്കിയ ഓരോരോ ഉപകരണങ്ങൾ. ഇതെന്താ കപ്പലല്ലേ, പായ്ക്കപ്പൽ. ഇതൊരു ലേഡി വസ്ത്രം ഇട്ട് നിൽക്കുന്നത്. വസ്ത്രം ഇട്ടിട്ടെന്നെ പറഞ്ഞത്. നമ്മുടെ കേരളത്തിന്റെ ഒരു രൂപം തേക്ക് കൊണ്ട് ഇതാ അടിപൊളി തോക്ക്, തേക്കിട്ടുണ്ടാക്കിയ തോക്കുകൾ നമ്മൾ തൊടാൻ വേണ്ടി ഫോട്ടോ എടുക്കാമല്ലോ. കുതിര, വീണ്ടും ആന. ആ അതെ, ഫ്രെയിം ചെയ്ത് വെച്ചാണ്. ഇതാ ഉദയസൂര്യൻ. ഇതെന്താന്ന് മനസ്സിലായില്ല. ആ, കുതിരനല്ലേ, പൂർണ്ണമാവാത്ത കുതിര. ഇടയില് ഗ്യാപ്പുണ്ടല്ലോ. നമ്മുടെ തേക്ക് മുറിക്കലിൻ്റെ ഓരോ ചിത്രങ്ങളും രൂപരേഖയും ഒക്കെയാണ്. തേക്ക് മുറിച്ചതിനൊറ്റ രീതിയിൽ ഇതാ തേക്ക് മുറിക്കുന്നു. അതേപോലെ തന്നെ കാളകളോ പോത്തുകളോ അവരെ കൊണ്ട് തേക്കിൻ്റെ വലിയ കഷ്ണങ്ങൾ വലിപ്പിക്കുന്നു. അതേപോലെ തന്നെ അത് ഒരുപാട് തൊഴിലാളികൾ ചേർന്നിട്ട് വണ്ടിയിൽ ലോഡ് ചെയ്യുന്നു. ഒക്കെ പഴയകാല ചിത്രങ്ങളാണ്. അതേപോലെ തന്നെ പഴയ ഒരുപാട് തേക്ക് കൊണ്ടുള്ള വിളക്കുണ്ട്. അതുപോലെ ഒരു ഗോപുരം പോലെ ചപ്പലുണ്ട്, പഴയ ചപ്പല് കാര്യങ്ങളൊക്കെ. ഇതാ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് തേക്ക് കൊണ്ടുള്ള. ഇതാ രണ്ട് തവളച്ചേട്ടന്മാർ തമ്മിൽ, ഇതാരെയും ഉദ്ദേശിച്ചല്ല, രണ്ട് തവളകൾ ചെസ് കളിക്കുന്നുണ്ട്. എന്താലേ, ആരെ വെയിറ്റ് കുഞ്ഞുട്ടിയെ?
ഞാൻ കാണു പോലില്ല. ശിവൈബന്നെ വെയിറ്റ്. ഈ താഴത്ത് കുഞ്ഞുട്ടി പൊന്തു അതെന്താ കാരണം ടീച്ചറെ? അതെന്താ പൊന്തി? അത് പൊന്തിയാ? പക്ഷെ പൊന്തിയില്ലേ? ഇതാണ് ന്യൂട്ടന്റെ സിദ്ധാന്തം എന്ന് പറഞ്ഞേ. എന്നാ ആയിക്കോട്ടെ. നമ്മുടെ ഗുണാകേവിന്റെ ഫ്രണ്ടിലൊക്കെ ഉണ്ടാവുന്ന പോലത്തെ ഇത് നിന്നെ പറയാൻ മോട്ടിയത് ടീച്ചറെ? ഇതെന്താ പറയാ? എങ്ങനെ അങ്ങനെ പറഞ്ഞാല്? ആ രാവിലെ നാവടിക്കലുണ്ട് അല്ലേ? ഓക്കെ അത്രേ ഉള്ളൂ. അതിന്റെ വള്ളിക്കോട്ട് നോക്കി ഒരു ആൾക്കാരെ മുഖത്തിന്റെ വായി അതിന്റെ നടുവത്തെ പൂവ്. എനിക്കിപ്പോ പലതും തോന്നുന്നു. കുട്ടി ഉറങ്ങിയാ? എന്റെ സായിഷോടെ? ആ ഇവനല്ലേ നേരത്തെ ഉറങ്ങി? കാണാത്ത കാഴ്ച കാണുന്ന സായിഷല്ലേ? സത്യം പറഞ്ഞ കാണാത്ത കാഴ്ചകൾ തന്നെയാണ് അല്ലേ? ഉമ്മ വരി. ഇതാണ് നമ്മുടെ തേക്ക് മ്യൂസിയത്തിന്റെ ഉള്ളിലുള്ള ഗാർഡന്. നല്ല രസമുണ്ട്. ആ വൈകുന്നേരം ഒരു 4:30 ആയതുകൊണ്ട് അതേ സമയം അവിടെ ഫോട്ടോഷൂട്ടിലാണ് നമ്മുടെ ഷുഹൈബും കുഞ്ഞുട്ടിയും നൈഷും. അപ്പൊ നമ്മളല്ലാതെ വേറെയും അതിഥികൾ ഇവിടെ ഉണ്ട്. ഏതാണ് പ്രസവിച്ച വേറെ? ആ വയറ്റിലുണ്ട്, പ്രസവിച്ചിട്ടില്ല. എന്താ നൈഷ്യ? അത് ശരി. ഒയാസിസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്നാണ് നൈഷു പറഞ്ഞത്. സദാസമയം വെള്ളത്തില് കെടുക്കണ ഒരു സാധനമുണ്ട്, താമര. വെറൈറ്റി താമര. അത് ഇതിന്റെ പേരെന്താ അറിയോ? വിക്ടോറിയ ആമസോണിക്ക. അല്ല ആമസോണിക്ക. ഇതെന്താ അറിയാം? ഇതിന്റെ പുറത്ത് മുള്ളുകൾ ഉണ്ടാവും. ഇത് ആക്രമിക്കാൻ വരുമ്പോ സാധനം ഇങ്ങനെ സട കുടഞ്ഞിങ്ങനെ നീക്കുന്നാണ് പറഞ്ഞത്. ഇങ്ങനെ പൊന്തത്താവുക എന്നൊക്കെ പറഞ്ഞു. ഇത് പച്ച തള്ളാണ് കേട്ടാ. എങ്ങനെ മോൾട്ടി? ട്രൈബ്സ്. ഏത് കാട്ടത്ത് മൂപ്പനാണിത്? ഇത് മറ്റേ എന്താണ് അട്ടപ്പാടി. അട്ടപ്പാടി വനമേഖലത്താ? അന്റെ തള്ളു കേട്ടിട്ട് സായിച്ച് നോക്കണുണ്ടോ ചീ? അവന്റെ കണ്ണില്ല. എന്ത് തള്ളാടാ എന്റെ അമ്മച്ചി തൊള്ളണേ? ആ അതന്നെ മരണ തള്ളാണ്. അതിന് കണ്ണില്ല. വായില്ലേ? എന്താണ് ഐശ്വ? ഇതാ കൊരങ്ങത്താ. ചെല്ലു ഐശ്വ. അപ്പൊ ഗൈസ് ഞങ്ങളങ്ങനെ തേക്ക് മ്യൂസിയം കണ്ട് ഇറങ്ങിയാണ്. സമയം 5:30 മണിയായി. ബേക്കറി ഞങ്ങളെ സമയമായതുകൊണ്ട് ആട്ടിപ്പറഞ്ഞയക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെയും കാണാം. ഗൈസ് ഞങ്ങള് യാത്ര അവസാനിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താ ഇങ്ങനെ മൂടിക്കണ് പൊട്ടിയ തീവ്രവാദികളെ മാതിരി? എന്ത് പ്രാന്റെ സ്മെല്ല് നല്ലതല്ലേ? ഈ സമയം നമ്മുടെ മുന്നില് വയോജന ഉല്ലാസയാത്ര ഒയൂരുള്ള ടീമാണ്. അതായത് വയസ്സായ ആളുകളെ ഇങ്ങനെ ക്രോഡീകരിച്ച് ഒരു സംഘടനയുടെ കീഴിൽ ഇങ്ങനെ ഉല്ലാസയാത്ര കൊണ്ടുപോകുക. നല്ലൊരു ഏർപ്പാടാണിത്. കാരണം അവർ
അവരും നാടും വീടിനുള്ളിൽ 4 ചുമലിൽ പ്രായം കഴിഞ്ഞാൽ ഇരിക്കാന്നല്ലാതെ അവരും എന്തായാലും നമ്മുടെ ചെറുപ്പക്കാരെ പോലെ ഉല്ലസിക്കട്ടെ. ഏതായാലും നമ്മള് ചെറുപ്പക്കാരൻ പറഞ്ഞാൽ ഞാന് എന്താണ് ഞാൻ ഇന്നെ കണ്ടത് ചെറുപ്പം എന്ന് പറഞ്ഞെങ്കിൽ തള്ളെ ചെറു എന്റെ തള്ളത്തരം കാണാതിരിക്കാനെങ്കിൽ മുഖം മറിച്ചിക്കണ് തള്ളെ. ഇപ്പൊ കേസ് അങ്ങനെ നമ്മള് രാത്രി ഭക്ഷണത്തിന് ഇവിടെ വന്ന് കുഞ്ഞുട്ടിയെ അൽറീം മന്തിൽ വന്നിരിക്കുകയാണ്. മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. സായിഷ് ഫസ്റ്റ് ആയിട്ട് മന്തി കഴിക്കണ്ട സായിഷ് ആയിട്ടില്ലല്ലേ?